Welcome, dear students. Today we are starting a fourth module, staffing and motivation. So let's understand the terms staffing and motivation. Before going to these terms, let's understand what is meant by manpower planning. Manpower planning is also known as human resource planning. We all know that after completing the task of designing an organization, the managers as well as the management pays attention to provide the concern with necessary personal or we can say human resources in an organization. So basically ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യാൻ അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു എൻറ്റയർ പ്രോസസ്സ് ആയിരിക്കും നമ്മൾ വിളിക്കുന്നത് മാൻ പവർ പ്ലാനിങ് ഓർ വി ക്യാൻ സേ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഫസ്റ്റ് വൺ ഇസ് അനാലിസിസ് ഓഫ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സോ ആദ്യമേ തന്നെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മാൻ പവറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ ആ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഗോൾസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ ആദ്യമേ തന്നെ അനലൈസ് ചെയ്യണം. മെയിൻ വിഷൻ, മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഇനിയുള്ള ഫ്യൂച്ചർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ manpower planning. Then only we can analyze the human resource planning objectives. Once we have understood what are the objectives of organization, now let's concentrate on the human resource planning objectives. അതായത് ഹ്യൂമൻ റിസോഴ്സ് എത്രത്തോളം ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമാണ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ എത്ര രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് എത്രത്തോളം നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവശ്യമാണ് എന്നൊരു കാര്യമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് അനാലിസിസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഇസ് ഫോർകാസ്റ്റിംഗ് ഫോർ ദി ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ ആവശ്യമുള്ളത്, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യുക. അതാണ് തേർഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇസ് അസസ്മെൻറ്റ് ഓഫ് ദി സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒരുപാട് ഏരിയസിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനീസിൽ അവരുടെ ഓണേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് എത്രത്തോളം സ്റ്റാഫിനെയാണ് കമ്പനിക്ക് ആവശ്യം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ അസസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഫോർത്ത് സ്റ്റെപ്പ്, അസസ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എത്രത്തോളം ആളുകൾ ഇനി വേണം എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്യുക. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഷുഡ് മാച്ച് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എത്രത്തോളം ആളുകൾ നമുക്ക് ഇപ്പോൾ ഉണ്ട്, ഇനി എത്രത്തോളം ആളുകൾ വേണം, ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അതെങ്ങനെയായിരിക്കും? ബൈ ടേക്കിംഗ് ആൻഡ് അപ്പോയിൻറ്റിങ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് in an organization. So we can say that the success of the concerns depends greatly on the selection and development of suitable staff. Now, staffing is regarded as a separate function under the separate department called personal departments. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വളരെ വലിയൊരു ഫാക്ടറാണ് എത്രത്തോളം ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ എത്ര ബെസ്റ്റ് ആളുകളെ നമ്മൾ ആ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുമോ എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് തന്നെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോഡേൺ ഓർഗനൈസേഷൻ്റെ അപ്രോച്ച് എടുത്ത് നോക്കുവാണെങ്കിൽ സ്റ്റാഫിംഗ്, അതായത് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. ആ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. സോ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കറക്റ്റായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ സെലക്ട് ചെയ്യാനും അപ്പോയിൻറ്റ് ചെയ്യാനും അവരെ പ്ലേസ് ചെയ്യാനുള്ളൊക്കെ അധികാരം ഉള്ളത്. Now let's see the definition of staffing. We all know that staffing is a part of process of the management which is concerned with obtaining, utilizing and maintaining a satisfactory and satisfied workforce in an organization. According to Daily Order,
Staffing is the determination of manpower requirements and the discovery, recruitment, selection and placement of appropriate manpower. So ഡെയിൽ യോർഡർ എന്ന് പറയുന്ന സ്കോളറിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഒരു ഓർഗനൈസേഷനിലുള്ള മാൻ പവർ റിക്വയർമെൻറ്റ്സ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കവർ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യം, ആ കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം അവർ റിക്രൂട്ട് ചെയ്ത് എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. റിക്രൂട്ട്മെൻറ്റിൽ നിന്നും അപ്രോപ്രിയേറ്റ് പേഴ്സൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജോബിന് റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഷുഡ് പ്ലേസ് ദം ഇൻ അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ ഈ ഡെഫിനിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. സോ പ്ലീസ് ഗോ ത്രൂ ദ സെയിം. നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് സ്റ്റാഫിംഗ്. Staffing has following important features or nature. First one is staffing is the basic function of management. ഞാൻ പറഞ്ഞായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഫങ്ഷൻസിൽ വരുന്ന ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് സ്റ്റാഫിംഗ്. പ്ലാനിങ്, കൺട്രോളിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ആ ഫങ്ഷൻസിൽ വരുന്ന മൂന്നാമത്തെ ഫങ്ഷനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അപ്പോയിൻമെൻറ്റ് ഓഫ് പെർഫെക്റ്റ് ഓർ വി ക്യാൻ സേ റൈറ്റ് പേഴ്സൺസ് ഇൻ ദി റൈറ്റ് ജോബ്. Next is it is concerned with human resource management in the organization. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി മെയിൻലി എന്തിനെ ആണ് കൺസേൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഓർ മാൻ പവർ പ്ലാനിങ് എന്നൊക്കെ. സോ ഹ്യൂമൻ റിസോഴ്സിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. Next is staffing is a universal function. It is performed by all managers. In big concerns there exists a personal department. Staffing എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യൂണിവേഴ്സൽ ഫംഗ്ഷനാണ്. അതായത് എല്ലാ ടൈപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻസും യൂണിഫോംലി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനെന്ന് വേണ്ട, എല്ലാ തരത്തിലുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിലും സ്റ്റാഫിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ മാനേജേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ വലിയ ഓർഗനൈസേഷൻസിലും കൺസേൺസിലൊക്കെ ആണെങ്കിൽ ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ദർ ഇസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് നോൺ ആസ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. Next point is staffing is a dynamic function. It is a never-ending process. Management of human efforts requires sustained and regular efforts. Next point ഓടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. Staffing function is performed continuously because every manager has to guide and train the employees and also to evaluate their performance on a continuous basis. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ആക്ച്വലി ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് ഒരിക്കലും നിന്ന് പോകാത്തൊരു ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. കാരണം ഒരുപാട് നാൾ കഴിയുമ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് റിട്ടയർ ചെയ്യും. സോ അത് നമ്മൾ പുതിയ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. സോ ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകേണ്ട ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് സെയ്ഡ് ആസ് എ ഡൈനാമിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർ സസ്റ്റെയിൻഡ് ആൻഡ് റെഗുലർ എഫേർട്സ്. അതേപോലെ തന്നെ സ്റ്റാഫിംഗ് ഈസ് പെർഫോംഡ് കണ്ടിന്യൂസ്ലി. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ എംപ്ലോയീസിനെയും ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യുക മാത്രമല്ല, അത് കഴിഞ്ഞ് അവരെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ആ ഒരു ഫംഗ്ഷൻ കൂടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്. Next is the main purpose of staffing is to make optimum utilization of human resources and also to provide proper satisfaction to the employees. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു മാനേജർ എന്താണ് മെയിൻലി ശ്രദ്ധിക്കുന്നത്? ഒരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അയാളുടെ എല്ലാ ടാലൻറ്റും കഴിവുകളോടും കൂടി എങ്ങനെ അയാളെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ അവരെ നമ്മൾ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അവർക്ക് എന്തോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം, സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിവാർഡ്സ്, ഫെയർ കോമ്പൻസേഷൻ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. സോ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കൂടെ എൻഷുർ ചെയ്യേണ്ടത് ഓരോ മാനേജേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. സോ ദ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റാഫിംഗ് ഇസ് ടു മേക്ക് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ ടു ദ
employees. Next is staffing is very wide മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. നമുക്ക് പറയാം സ്റ്റാഫിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. സോ ഇറ്റ് കനോട്ട് ബി എൻട്രസ്റ്റഡ് ഫുള്ളി ടു പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എനി അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദിസ് ഫംഗ്ഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതർ മാനേജറിയൽ ഫംഗ്ഷൻസ് ആസ് എ ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. നമ്മളൊരു പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ മാത്രം സ്റ്റാഫിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ടോപ്പ് ലെവൽ മാനേജറിനെ വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് വളരെ സ്കോപ്പ് വളരെയധികം ബ്രോഡായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്കോപ്പ് വളരെയധികം വൈഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല എൻറ്റയർ ഓർഗനൈസേഷന് തന്നെ വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റ് പല മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെക്കാട്ടും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം എന്താണ്, ഇൻ സ്റ്റാഫിംഗ് വി ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, റിയൽ ലൈഫ് ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് very much different from other managerial functions. So that's about the nature of staffing. Next, understand some of the importance of staffing. We all know that staffing is a very important function of management. No organization can be successful unless it can employ the right type of persons. So right ജോബിന് വേണ്ടി റൈറ്റ് ആളുകളെ കണ്ടെത്തുക, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഡിസ്കവർ ആൻഡ് ഒബ്റ്റെയിൻ കോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ഫോർ വേരിയസ് ജോബ്സ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കും ഓരോ മാനേജേഴ്സും അവരുടെ ഓർഗനൈസേഷന് ആവശ്യമായ ബെസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ടാലൻറ്റഡ് കോമ്പീറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തുന്നത്. സോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഡിഫറെൻറ്റ് ജോബ്സിലേക്കും ആവശ്യമായ ടാലൻറ്റഡ് ആളുകളെ കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഇതേപോലുള്ള സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഹയർ പെർഫോമൻസ് ബൈ പ്ലേസിങ് റൈറ്റ് പേഴ്സൺസ് ഓൺ ദി റൈറ്റ് ജോബ്സ്. ശരിയായിട്ടുള്ള ആളുകളെ ശരിയായിട്ടുള്ള ജോബിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഫീച്ചർ എന്ന് നമുക്ക് പറയാം. എങ്കിൽ മാത്രമേ നമുക്ക് ഹൈ പെർഫോമൻസ് അവരുടെ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലൈസ്ഡുള്ള ആളുകളെ കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പെർഫോമൻസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. സോ പുട്ടിങ് റൈറ്റ് പേഴ്സൺസ് ദ റൈറ്റ് ജോബ് ഇസ് ദ മെയിൻ എസെൻഷ്യൽ പേർപ്പസ് ഓഫ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ കീപ് pace with new developments and changes since competent persons are employed. ഒരു ഓർഗനൈസേഷനിൽ വളരെ ടാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ പുതിയ ചേഞ്ചസ് ബിസിനസ് എൻവയൺമെൻറ്റിൽ വരുന്നു, മെയിൻലി എക്സ്റ്റേണൽ ബിസിനസ് എൻവയൺമെൻറ്റിൽ വരുന്നു, അതെല്ലാം വളരെ ഈസിലി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള ടാലൻറ്റഡ് പേഴ്സൺസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ സാധിക്കും. സോ ദാറ്റ്സ് വൈ സേ ദാറ്റ് ഇറ്റ് ക്യാൻ കീപ് പേസ് വിത്ത് ന്യൂ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ചേഞ്ചസ് സിൻസ് കോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ആർ എംപ്ലോയിഡ്. പുതിയ പുതിയ എംപ്ലോയീസിനൊക്കെ എടുക്കുമ്പോൾ അവർക്ക് വളരെയധികം ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻറ്റ്സ്, അങ്ങനെ എല്ലാ ഫീൽഡിലും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു പുതിയ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കോമ്പീറ്റൻറ്റ് എംപ്ലോയീസിന് സാധിക്കും. സോ ന്യൂ ഡെവലപ്മെൻറ്റ്സും ചേഞ്ചസൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. Another point is it improves job satisfaction and morale of employees through proper acknowledgement and fair compensation of their contributions. നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ സ്റ്റാഫ്സിന് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് ഓർ ഹ്യൂമൻ റിസോഴ്സിന് ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ, ഗുഡ് റിവാർഡ്സ് ഓർ ഗുഡ് റെക്കഗ്നിഷൻ ഫോർ ദെയർ വർക്ക്, അങ്ങനെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷനും മൊറയിലും വളരെയധികം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എപ്പോഴും നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് പ്രൊവൈഡിങ് ഫെയർ കോമ്പൻസേഷൻ ടു അവർ എംപ്ലോയീസ്. നോ വൺ ഷുഡ് ഫീൽ ദാറ്റ് ഐ ആം പേയിങ് ലെസ്. അങ്ങനൊരു സിറ്റുവേഷനിലൊരു തിങ്കിങ് ഒരു എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത് മാനേജേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് മിനിമൈസസ് ദ കോസ്റ്റ് ഓഫ് മാൻ പവർ ത്രൂ optimum utilization of human resources. It also ensures the continuity and growth of the organization through the development of managers. സോ മാനേജേഴ്സിന് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിലൂടെ നമ്മൾ എടുക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കഴിവുകൾ വളരെ പരമാവധി അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ അവരുടെ
കഴിവുകളൊക്കെ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻ ടേൺ ഹെൽപ്സ് ഇൻ ദ കണ്ടിന്യൂറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഇറ്റ് ഇനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു കോപ്പ് അപ്പ് വിത്ത് ഷോർട്ടേജ് ഓഫ് എക്സിക്യൂട്ടീവ് ടാലൻസ് ആൻഡ് ഇറ്റ് ഓൾസോ അവോയ്ഡ്സ് ദ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ആസ് ദ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്റ്റാഫ് വിൽ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ന്യൂ സ്റ്റാഫ് വിൽ ബി റിക്രൂട്ടഡ് ഇൻ ടൈം. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ മാനേജേഴ്സിന് ഒരു കാര്യം കൂടെ മനസ്സിലാവും, എത്രത്തോളം കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര നാൾ കഴിയുമ്പോൾ നമുക്കിനി പുതിയ എംപ്ലോയീസിനെ വേണ്ടി വരും, ഏതൊക്കെ ഏരിയാസിലായിരിക്കും വേണ്ടി വരേണ്ടത്, അങ്ങനെ ഒരു ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ എല്ലാ മാനേജേഴ്സിനും എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ്സിൻ്റെ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കമ്പനിയിൽ ഒരിക്കലും തന്നെ ഉണ്ടാകുന്നില്ല. ബിക്കോസ് അവർക്ക് നേരത്തെ തന്നെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഓരോ മാനേജേഴ്സിനും മനസ്സിലാവും. സോ ഇറ്റ് അവോയ്ഡ്സ് ദ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ആൻഡ് റിക്വയർമെൻറ്റ്സ് of future of staff will be estimated in advance by the managers and new staff will be recruited in time. So that is all about staffing, its nature and importance. Hope you all understood. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മാൻ പവർ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൻ്റെ കൂടുതലായിട്ടുള്ള നോട്ട്സൊക്കെ മൂഡിൽ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദ സെയിം. താങ്ക് യു സോ മച്ച്.